I've spent half my life looking for the reasons things must change, and half my life trying to make them stay the same. But love would fade like summer into fall. All that I could see was a mystery. It made no sense at all. The will of the wind, you feel it and then it will pass you, blowing steady. It comes and it goes, and God only knows. You must keep your sails on ready, so when it begins, get all that you can. You must befriend the will of the wind. I've spent so many hours thinking about the way things might have been, and so many hours trying to bring the good times back again. And so it goes for lonely-hearted fools. They let their days slip away until they give in to the will of the wind. You feel it and then it will pass you, blowing steady. It comes and it goes, and God only knows. You must keep your sails on ready, so when it begins, get all that you can. You must befriend the will of the wind. So when it begins, get all that you can. You must befriend the will of the wind.
ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നൊരു ചെയ്ത മിശിക നമുക്ക് മാർഗദീപമായിരിക്കണം.
ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞാൻ മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം കൊള്ളണം. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവഴി സൂക്ഷിച്ചു വെച്ചിരുന്നു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ സഹോദരി സഹോദരന്മാരെ, ഭാഗങ്ങളെ നല്ല രസത്തിൻ്റെ നാനാകർഷകങ്ങളായ താമസക്കുട്ടി സ്വീകരിക്കും. 2 നാടും 2 ഇടവക സമൂഹവും 2 കുടുംബങ്ങളും എല്ലാത്തിനും ഉപരിയായി 2 വ്യക്തികൾ ഒരുപാട് നാളായി ആകാംക്ഷയോടെ ഒരുപാട് ആകുലതകളോടെ എല്ലാം കാത്തിരുന്ന ആ സുന്ദര നിമിഷത്തിനാണ് നാം ഈ പരിശുദ്ധ ദേവാലയത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. സാഹചര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിന്നിവിടെ സന്നിഹിതരാകുവാൻ സാധിക്കാത്ത അനേകരെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ ചടങ്ങിന് സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നിമിഷത്തിന് വേണ്ടി പല ദിവസങ്ങൾ മാറ്റിവെച്ചാണ് ഈ ദിവസം നമ്മൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് എന്നുമൊക്കെ ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടുതൽ ഒരു രീതിയിൽ മനോഹരമാക്കുന്നുണ്ട്. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന വ്യക്തികൾ 2 കുടുംബങ്ങളിൽ നിന്നും പറിച്ചെടുക്കപ്പെട്ടവര് 2 നാട്ടിൽ നിന്ന് 2 വണ്ടികളിലായി ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ട് ഇരുകരങ്ങളും പുറത്തു പിടിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് വന്ന് ഈ വിശുദ്ധ കൂദാശയാൽ മുദ്രിതമായിക്കൊണ്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം ഞങ്ങൾ ഒരു മനസ്സും ഒരു ശരീരവും ഹൃദയവുമായിട്ട് ഒന്നിക്കാൻ പോവുകയാണ് എന്ന് ഇടവക സമൂഹത്തിന് മുൻപായിട്ട് പ്രതിജ്ഞ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ കൂദാശയാൽ ഇവരുടെ ഈ തീരുമാനത്തെ മുദ്രിതമാക്കി ഇറങ്ങുന്ന ഈ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ തന്നെ വ്യക്തമാക്കുന്നത് ഒരു വലിയ രഹസ്യം തന്നെയാണ്. മനുഷ്യ സാധ്യമായിട്ടുള്ള കഴിവുകൾക്കപ്പുറത്തേക്ക് തമ്പുരാൻ നമ്മളെ നിക്ഷേപിക്കുന്ന അനന്ത സാധ്യതകളുടെ പരിശുദ്ധാത്മാവിൻ്റെ കൗതാശിക വരങ്ങളുടെ ഗാനങ്ങളാണ് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന നമ്മുടെ ഈ 2 മക്കളെയും ഇതിലേക്കായിട്ട് കൂടുതൽ ഒരുക്കുന്നത്. ഈ 2 കുടുംബങ്ങളെയും അറിയാവുന്നവർക്ക് കുടുംബ ബന്ധങ്ങളുടെയും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബ സാഹചര്യങ്ങളുടെയും എല്ലാം നീണ്ട സാധ്യതകൾ അറിയാവുന്നവരാണ്. ദൈവവിളിയാലൊക്കെ സമ്പുഷ്ടമായ 2 കുടുംബങ്ങൾ പരസ്പര സ്നേഹത്തിനും കുടുംബ മൂല്യങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് അടുപ്പെട്ടു വരുന്ന 2 കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ തമ്പുരാനല്ലോ ഇവർക്ക് വേണ്ടി കരുതി വെച്ച ഒരു നിധി പോലെയാണ് എന്നീ ഒന്നിപ്പിക്കലിനെ കാണുവാൻ വേണ്ടി
സാധിക്കുന്നതും. എന്തുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിവാഹത്തിൻ്റെ പല വഴികളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ സന്നിഹിതരായിട്ടുള്ളവർക്കും പല കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടി സാധിക്കുമായിരിക്കും. ഒരു പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കുവാനായിട്ടൊരു പെണ്ണ്, അവന് വേണ്ടി അവൻ വരുമ്പോൾ കാത്തിരിക്കുവാനായിട്ടൊരു പെണ്ണ്, അവന്റെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവന്റെ വേദനകളും വിഷമങ്ങളും അവന്റെ സാഹചര്യങ്ങളെല്ലാം അവന്റെ കൂടെ നിന്ന് അവന് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരു പാർട്ട്ണർ, ഒരു ഇണയെയാണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഒരു സ്ത്രീ വിവാഹ സ്വപ്നങ്ങൾ അവൾ നേരിടുമ്പോൾ അവൾ അവളുടെ പുരുഷനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നും നെയ്യുന്നത് ഒരു സുരക്ഷിതത്വത്തിന്റെയും സംരക്ഷണത്തിൻ്റെതുമായിട്ടുള്ള ഒരു കടലിൽ ആശ്രയിച്ചുകൊണ്ടാണ്. പുരുഷന്റെ കൈകളിൽ എന്നും സുരക്ഷിതയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന, അവരുടെ എല്ലാ വേദനകൾക്കും പരസ്പരം സംരക്ഷണമേകുന്ന, അവൾക്ക് തുണയാകുന്ന ഒരു പുരുഷനെയാണ് അവൾ അവളുടെ ജീവിതത്തിൽ നിന്നും സ്വപ്നം കാണുന്നത്. സ്വന്തം മകളായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ അംഗത്തെ പോലെ അവളെ സ്വീകരിക്കുന്നു. സ്വന്തം മകളായിട്ട് തന്നെ കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും അംഗീകരിക്കുന്നു. സ്വന്തം മക്കൾക്കുള്ള എല്ലാവരും സ്വാതന്ത്ര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്വന്തം മക്കള് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാൻ വേണ്ടി, അവരിക്കുന്നിടത്തിരിക്കുവാൻ വേണ്ടി, ഫോൺ ചെയ്യുവാൻ വേണ്ടി, അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുടുംബ സാഹചര്യങ്ങൾക്ക് സ്വന്തം മകൾക്ക് ചേർന്ന വിധം തന്നെ മകളായി തന്നെ അവളെ സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക് ഈ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈവാഹിക ബന്ധങ്ങൾ ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് മാത്രമല്ല, അതൊരു സമർപ്പണമാണ്, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. വിവാഹ ജീവിതത്തിൽ ഇവരെ എന്നും പരസ്പരം സഹായമായിട്ട് മുന്നോട്ട് നയിക്കേണ്ടത്, ഇവരുടെ മുമ്പേ വിവാഹ ജീവിതം ജീവിച്ച് ഇവർക്ക് സന്മാതൃക നൽകിക്കൊണ്ട് സജീവ സാക്ഷ്യങ്ങളായിട്ട് വിവാഹ ജീവിതത്തിൽ എന്നും ജീവിക്കുന്ന ഇവരുടെ മാതാപിതാക്കൾ തുടങ്ങി ഇവരുടെ പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും എല്ലാം കാണിച്ചു തന്ന നല്ല വഴികളും മാതൃകകളും പിന്തുണയും പ്രാർത്ഥനകളുമാണ്. സമർപ്പണത്തിന് സമാനമായിട്ടുള്ള ഒരു സമർപ്പണം തന്നെയാണ് വിവാഹ ജീവിതത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർ നടത്തുന്നത്. വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും ഉദ്ധൃതമായിട്ടുള്ള താലി ആശ്രയിച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയും മറ്റൊന്നുമല്ലല്ലോ. കുരിശുമരണത്താൽ സഭയെ വധുവായി തീർത്ത ദൈവമേ, വധൂവരന്മാരെ പരസ്പരം സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ താലി നീ ആശീർവദിക്കണമേ എന്നാണ്. സ്വന്തം വധുവായ സഭയെ സ്വയം സമർപ്പണത്തിലൂടെ ജീവാർപ്പണം ചെയ്തുകൊണ്ട് തന്നെ രക്തം നൽകിക്കൊണ്ട് അവസാനത്തുള്ളി സ്നേഹവും രക്തവും അവൾക്ക് വേണ്ടി വെളിവാക്കിക്കൊണ്ട് സഭയെ വധുവായി ജീവിതത്തിൽ യേശുനാഥൻ തന്റെ മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ചതുപോലെ വധൂവരന്മാരും അവരുടെ താലിയിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷന്റെ അടയാളം എന്നതുപോലെ സ്വയം സമർപ്പിച്ചുകൊണ്ട്, സ്വയം ബലിദാനമായി നൽകിക്കൊണ്ട് ജീവിതത്തിലുള്ള പുരുഷകളെ സ്വയം ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരും അവരുടെ വിവാഹ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർന്ന് സമർപ്പിക്കുന്നു. പരസ്പരം ദാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കുന്നു. സഭയെ കൃപകളാൽ അലങ്കരിച്ച ദൈവമേ, വധൂവരന്മാരെ ഇപ്പോൾ അലങ്കരിക്കുന്ന ഈ മന്ത്രകോഴിനെ ആശീർവദിക്കണമേ എന്ന് പറയുമ്പോൾ തന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും നിറച്ച ദൈവത്തിന്റെ ദാനവും അനുഗ്രഹവുമാണ് വധൂവരന്മാർ പരസ്പരം നൽകുന്ന കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും ജീവിതത്തിൽ അലങ്കരിക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. വൈവാഹിക ജീവിതത്തിന്റെ ഈ മഹാത്മത്തെ കുറിച്ച് തത്വയിൽ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: സഭയാൽ യോജിക്കപ്പെട്ടതും പരിശുദ്ധ കുർബാനയാൽ മുദ്രിതമാകുന്നതും മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെട്ടതും പിതാവിനാൽ അനുഗ്രഹീതവുമായിട്ടുള്ള ഈ വിവാഹ ജീവിതത്തിന്റെ പവിത്രത എന്നുള്ളത് ഒരു വലിയ രഹസ്യം തന്നെയാണ് എന്നാണ്. വൈവാഹിക ജീവിതത്തില് വധൂവരന്മാർ പരസ്പര ദാനമെന്നുള്ള, സ്നേഹത്തിൽ പരസ്പരം നൽകണമെന്നുള്ള ഒരു തീരുമാനത്താൽ, ഉടമ്പടിയാൽ പരസ്പരം
വിവാഹത്തിന് മുൻപ് നിങ്ങൾ എന്തുമാകട്ടെ, വിവാഹത്തിന് മുൻപ് നിങ്ങൾ എന്തായിരുന്നാൽ തന്നെയും അത് വൈവാഹിക ജീവിതത്തിൽ അതിന് സ്ഥാനമില്ല. ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തിൽ നിങ്ങൾ ഇന്നു മുതൽ നൽകുന്ന സമർപ്പണമാണ് അതിലേറ്റവും അത്യാവശ്യമായിട്ട് പ്രാധാന്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ സമർത്ഥമാക്കുന്നത്. നല്ലൊരു വധുവിനെ, നല്ലൊരു വരനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്, ആഗ്രഹമാണ്. എന്നാൽ അതിലും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നല്ലൊരു വധുവായിരിക്കുക, നല്ലൊരു വരനായി വിവാഹ ജീവിതത്തിൽ ജീവിതം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സാധ്യമാകുന്നത് നമ്മുടെ പരസ്പര സമർപ്പണത്തിന്റെയും പരസ്പര ദാനത്തിന്റെയുമായിട്ടുള്ള ഒരു ഉദാശയുടെ പൂർത്തീകരണത്തിലൂടെയാണ് നമുക്കിത് സാധ്യമാകുന്നത്. സുവിശേഷത്തിലൂടെ കാനായിലെ കല്യാണവിരുന്നില് ഒരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെ സന്തോഷത്തെ കെടുത്തുന്ന അനുഭവം ഉണ്ടായപ്പോൾ അവിടെ പരിശുദ്ധി അമ്മയുടെ ബാധ്യസ്ഥത വഴിയായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഈ കുടുംബ സന്തോഷത്തെ കെടുത്തുന്ന പ്രാർത്ഥന ഉണർത്തിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളെ സന്തോഷകരമായ നിമിഷങ്ങളെ സങ്കടമാക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ആരുമറിയാതെ കടന്നു ചെന്നുകൊണ്ട് ഈശോയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഏറ്റെടുക്കുന്ന ചെറിയ വേദനകൾ കൊണ്ട് തന്നെ സമൂഹത്തിന്റെ മറ്റുള്ളവരുടെ ആനന്ദം നഷ്ടപ്പെടാതെ വിവാഹത്തിന്റെ ലഹരിയിൽ ആനന്ദത്തിൽ എന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കും. കൂദാശയിലൂടെ ഒന്നാകുന്ന തമ്പുരാന്റെ വെളിച്ചം തന്നെയായിരിക്കട്ടെ നിങ്ങളെ എന്നും മുൻപോട്ട് നയിക്കേണ്ട പ്രകാശം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ലോകത്തിലല്ല നാം ജീവിക്കുന്നത്. വിവാഹ ജീവിതം നാം സ്വപ്നം കാണുന്നത് പോലെ മാത്രമെന്നും ഭവിക്കുമെന്ന് ഒരു സ്വപ്നം തന്നെയായിട്ടല്ല നാം ജീവിക്കേണ്ടത്. മറിച്ചും ജീവിതത്തിലെ ഓരോ ദിവസവും നാം ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ദൈവത്തിന്റെ മാധ്യസ്ഥതയിലും പ്രാർത്ഥനയിലും തമ്പുരാന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവാലയത്തില് അമ്മയാൽ അനുഗ്രഹീതമാകുന്ന ഈ നിമിഷത്തെ അമ്മയുടെ സാന്നിധ്യത്തെയും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്നും മുന്നോട്ട് ദൈവാനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുവാനും പരസ്പര സമർപ്പണത്തിലൂടെ ജീവിക്കുവാനും എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരമുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ദിവസം പോലും കുറവുവരുത്താതെ ജീവിക്കുവാനും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ തമ്മിലുള്ള ഹൃദയത്തിന് അല്പം പോലും കുറവ് വരാതെ തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ എന്നും ഒന്നാക്കി തന്നെ മാറ്റുവാനുള്ള പ്രാർത്ഥനയോടെ ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളോടും പരീക്ഷകളോടും ചേർത്തുകൊണ്ട് ഇവരുടെ ജീവിതങ്ങളെയും നിങ്ങളുടെ മുമ്പിലുള്ള നല്ല മാതൃകകളാക്കി മാറ്റിക്കൊണ്ട് ഇവരുടെയും ആശംസകളോടും മാതൃകകളോടും ചേർത്തുകൊണ്ട് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തമ്പുരാനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായി നിരന്നു വിവാഹ ജീവിതത്തിന്റെ എല്ലാവിധ നമ്മളും വന്നിരുന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യങ്ങളിൽ
അധികമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ശില്പിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ശില്പി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ തോമസുകുട്ടിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ അപരാധത്തിന്റെയും സഹാവിന്റെയും ആത്മാവിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുസഭയെ സ്വീകരിച്ച വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ കാലം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാലം അഭ്യർത്ഥിമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശുദ്ധതയിലും ഇവരെ ബന്ധിപ്പിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം കഴിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ ബോധനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനുസരണവസ്തുക്കളാൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രങ്ങളോടെയും ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണത്തിന്റെയും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
ഇതെല്ലാം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദരിദ്രത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭദ്രതാവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
തിരുകുടുംബത്തിന്റെ നായകനായ
ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിലെയും നാഥായ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഗുണാശിയാൽ നിരന്തരമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധമായ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം ഏത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മരണവയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീ ഏതോ നാളിൽ അല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ. കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം. കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പിന്നെ. അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ലാല 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 ആഹാ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേ